ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മുടെയൊക്കെ വീട്ടില് ഫുഡൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചുരിദാറോ ആയാലും ബ്ലൗസ് ആയാലും നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ടിപ്സ് കൂടി ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മൾ കറിയൊക്കെ പാർസലൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറുള്ള കണ്ടെയ്നർ ആണ്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ട്രാൻസ്പെറന്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാം. അപ്പൊ ഞാൻ ഇത് 2 പ്ലാസ്റ്റിക് കപ്പ് എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കപ്പ് അതിന്റെ അടപ്പോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്വിക്ക് പോലുള്ള ഗമ്മൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ ഗ്ലൂ ഗൺ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് അടുത്ത കപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഒരു കപ്പിലോട്ട് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മിക്ക കറികളിലും ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ ഒരു 3 കാര്യങ്ങളും യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ ഞാൻ ഇതാ എന്റെ കയ്യിലുള്ള ഇഞ്ചി ഈ ഒരു കപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ ബോക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ തണ്ടൊക്കെ കളഞ്ഞിടുകയാണെങ്കിൽ കുറെ നാളെ കേടുകൂടാതിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബോക്സിന്റെ അടിയിലായിട്ട് ടിഷ്യൂ പേപ്പറും വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ കുറെ നാള് കേടുകൂടാതിരിക്കും. ഇനി ഈ ഒരു ഭാഗത്തിന്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഒരേ ഒരു ബോക്സിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി നമുക്കിത് നേരെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്ന ടൈമിൽ നമുക്ക് ഫ്രിഡ്ജിലും സ്ഥലം ലാഭമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു ഒറ്റൊരു ബോക്സ് മാത്രം എടുത്താൽ മതി. നമുക്ക് ഇഞ്ചിയും കിട്ടും, പച്ചമുളകും കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചിയൊക്കെ തൊലികളഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ അടപ്പോട് കൂടി എടുത്തു വെക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ നേന്ത്രപ്പഴങ്ങളൊക്കെ വാങ്ങുന്ന ടൈമിൽ പെട്ടെന്ന് അത് കറുത്തു പോകാറുണ്ട്. അങ്ങനെ നേന്ത്രപ്പഴം പെട്ടെന്ന് കറുത്തു പോകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിൽ ആണ്. അലുമിനിയം ഫോയിൽ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പഴത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ പഴത്തിന്റെയും ഇതുപോലെ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പെട്ടെന്ന് കറുത്തു പോകുന്ന പ്രശ്നം ഇല്ലാണ്ടിരിക്കും കേട്ടോ. ഇനി ഇതുപോലെ പഴങ്ങളൊക്കെ ഒത്തിരി വാങ്ങുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ മിക്കവരും സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കില്ല. അങ്ങനെ സേഫ്റ്റി പിന്നൊക്കെ ഇതുപോലെ ഒത്തിരി വാങ്ങുന്ന ടൈമിൽ കുറെ നാൾ കഴിയുമ്പോഴേക്കും ഈ ഒരു സേഫ്റ്റി പിന്നിന്റെ മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് തുരുമ്പൊക്കെ വരാറുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലുള്ള കപ്പ് എടുത്തതിന് ശേഷം അതിലോട്ടേക്ക് സേഫ്റ്റി പിൻ ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ ഏതാണോ ആ ഒരു പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു തുരുമ്പിക്കുന്ന പ്രശ്നം ഇല്ലാണ്ടിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ കത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കയൊക്കെ വെട്ടുന്ന ടൈമിൽ കത്തിയിലോട്ട് കറയാവാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കറ കളഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കറ കളഞ്ഞെടുക്കാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇതുപോലെ കത്തിയിലോട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. കത്തിയുടെ 2 ഭാഗത്തായിട്ടും ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഈ ഒരു കത്തി ഇതുപോലെ ഒന്ന് തീയിലോട്ട് കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു കത്തി ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇതുപോലെ ബബിളൊക്കെ വരുന്നത് പോലെ കാണാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കട്ടിയുള്ള ഏതെങ്കിലും ഒരു തുണി എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു കറയൊക്കെ പോയിട്ട് കത്തി നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ കണ്ടില്ലേ, കത്തി നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഇനി ചക്കയൊക്കെ വെട്ടുന്ന ടൈമിൽ ഇതുപോലെ കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിപ്പിന് നമുക്ക് വേണ്ടത് അടപ്പോട് കൂടിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ്. ഇനി ഈ ഒരു കണ്ടെയ്നർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഒരു സൈഡ് ഭാഗം ചേർത്ത് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ ഒരു കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആവുന്ന ടൈമിൽ നമുക്ക് എളുപ്പത്തിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ ഞാൻ കട്ടർ വെച്ച് ചെറുതായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ കത്രിക ഹോളിന്റെ ഉള്ളിൽ കൂടി കടത്തിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു അടപ്പിന്റെ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് ഇതുപോലുള്ള 2 റിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി ഏതാണോ ആ ഒരു തുണി എടുത്തതിന് ശേഷം അതിന്റെ അടിഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറിന്റെ ആ ഒരു റിങ് ഉണ്ടല്ലോ, ആ ഒരു റിങ് ഇതിന്റെ അടിഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഈ ഒരു തുണി ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത പ്ലാസ്റ്റിക് കണ്ടെയ്നറിന്റെ അടപ്പിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ ഒരു റിങ്ങിന്റെ എല്ലാ സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് നമുക്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്യാം. ഇപ്പൊ നമ്മുടെ എംബ്രോയിഡറി റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെയാണ് ഇതുപോലുള്ള റിങ് ഒക്കെ വാങ്ങാറല്ലേ. കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ടൈമിൽ അത്യാവശ്യം വലുപ്പമുള്ള റിങ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ ചെറിയ തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള റിങ് വെച്ചിട്ട്, ഇത്രയും വലിയ റിങ് വെച്ചിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. പ്രത്യേകിച്ച് നമ്മൾ തയ്ച്ചിട്ടൊക്കെയാണ് എംബ്രോയിഡറി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പറ്റാറില്ല. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിക്കാണിത്. അത് മാത്രമല്ല, നമ്മൾ വെറുതെ കളയുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു റിങ് ഉണ്ടാക്കിയെടുത്തത്. ഇത്രയും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇതിലും ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും ചെറിയ റിങ് കിട്ടും. ആ ഒരു റിങ് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ക്യാപ്പിൽ പോലും നമുക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെയാണ് എംബ്രോയിഡറി ചെയ്യുന്നതെങ്കിൽ ആ ഒരു തയ്യലിൻ്റെ ഇതുകൊണ്ട് നമുക്ക് എംബ്രോയിഡറി റിങ് വെക്കാൻ പറ്റാറില്ല. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിക്കാണിത്. അപ്പോൾ ഇനി ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.